ഇരമ്യാവും അധ്യായം 13. യഹോവ എന്നോട്, നീ ചെന്ന് ഒരു ചണനൂൽ കച്ച വാങ്ങി നിന്റെ അരക്കി കെട്ടുക, അതിനെ വെള്ളത്തിൽ ഇടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ യഹോവയുടെ കൽപ്പനപ്രകാരം ഒരു കച്ച വാങ്ങി അരക്കി കെട്ടി. യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം എനിക്കുണ്ടായതെന്നാൽ, നീ വാങ്ങി അരക്കി കെട്ടിയ കച്ച എടുത്ത് പുറപ്പെട്ട് പ്രാർത്ഥനരികത്തിൽ ചെന്ന് അവിടെ ഒരു പാറയുടെ വിള്ളലിൽ ഒളിച്ചു വെക്കുക. യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെന്നു അത് പ്രാർത്ഥനരികെ ഒളിച്ചു വെച്ചു. ഏറെ നാൾ കഴിഞ്ഞ ശേഷം യഹോവ എന്നോട്, നീ പുറപ്പെട്ട് പ്രാർത്ഥനരികെ ചെന്ന് അവിടെ ഒളിച്ചു വെപ്പാൻ നിന്നോട് കൽപ്പിച്ച കച്ച എടുത്തുകൊള്ളുക എന്നരുളി ചെയ്തു. അങ്ങനെ ഞാൻ പ്രാർത്ഥനരികെ ചെന്ന് ഒളിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കച്ച മാന്തി എടുത്തു. എന്നാൽ കച്ച കേടുപിടിച്ച് ഒന്നിനും കൊള്ളരുതാതെയായിരുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇങ്ങനെ ഞാൻ യഹൂദയുടെ ഗർവവും യെരൂശലേമിന്റെ മഹാഗർവവും കെടുത്തുകളയും. എൻ്റെ വചനം കേൾപ്പാൻ മനസ്സില്ലാതെ ഹൃദയത്തിൻ്റെ ശാഠ്യം പോലെ നടക്കുകയും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരുകയും ചെയ്യുന്ന ഈ ദുഷ്ടജനം ഒന്നിനും കൊള്ളരുതാത്ത ഈ കച്ച പോലെ ആയിത്തീരും. കച്ച ഒരു മനുഷ്യൻ്റെ അരയോട് പറ്റിയിരിക്കുന്ന പോലെ ഞാൻ ഇസ്രായേൽ യഹൂദഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി. അവർക്കോ അനുസരിപ്പാൻ മനസ്സായില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, എല്ലാ തുരുത്തിയിലും വീഞ്ഞു നിറയും എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. എല്ലാ തുരുത്തിയിലും വീഞ്ഞു നിറയും എന്ന് ഞങ്ങൾ അറിയുന്നില്ലയോ എന്ന് അവർ നിന്നോട് ചോദിക്കും. അതിന് നീ അവരോട് പറയേണ്ടത്, യഹോവ പ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ ദേശത്തിലെ സർവ്വനിവാസികളെയും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും യെരൂശലേമിലെ സർവ്വനിവാസികളെയും ഞാൻ ലഹരി കൊണ്ട് നിറയ്ക്കും. ഞാൻ അവരെ അന്യോന്യവും പിതാക്കന്മാരെയും പുത്രന്മാരെയും തമ്മിലും മുട്ടി നശിക്കുമാറാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അവരെ നശിപ്പിക്കുകയല്ലാതെ ഞാൻ അവരോട് കനിവോ ക്ഷമയോ കരുണയോ കാണിക്കുകയില്ല. നിങ്ങൾ കേൾപ്പിൻ, ചെവി തരുവിൻ, ഗർവിക്കരുത്. യഹോവയല്ലോ അരുളിച്ചെയ്യുന്നത്, ഇരുട്ടാവുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്നതിനു മുമ്പേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പിൻ. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസ്സും കൂരിട്ടും വരുത്തും. നിങ്ങൾ കേട്ടനുസരിക്കുകയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർഭനിമിത്തം രഹസ്യത്തിൽ കരയും. യഹോവയുടെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചുകൊണ്ടുപോയിരിക്കാൻ ഞാൻ ഏറ്റവും കരഞ്ഞു, കണ്ണുനീരൊഴുക്കും. നീ രാജാവിനോടും രാജമാതാവിനോടും താഴെ ഇറങ്ങിയിരിപ്പിൻ. നിങ്ങളുടെ ചൂടാമണിയായ ഭംഗിയുള്ള കിരീടം നിലത്ത് വീണിരിക്കുന്നു എന്ന് പറയുക. തെക്കുള്ള പട്ടണങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, തുറപ്പാൻ ആരുമില്ല. യഹൂദയെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയി, അശേഷം പിടിച്ചുകൊണ്ടുപോയി. നീ തലപൊക്കി വടക്കു നിന്ന് വരുന്നവരെ നോക്കുക. നിനക്ക് നൽകിയിരുന്ന കൂട്ടം, നിന്റെ മനോഹരമായ ആട്ടിൻകൂട്ടം എവിടെ? നിനക്ക് സഖികളായിരിക്കാൻ നീ തന്നെ ശീലിപ്പിച്ചവരെ അവൻ നിനക്ക് തലവന്മാരായി നിയമിക്കുന്നുവെങ്കിൽ നീ എന്ത് പറയും? നോവ് കിട്ടിയ സ്ത്രീയെ പോലെ നിനക്ക് വേദന പിടിക്കില്ലയോ? ഇങ്ങനെ എനിക്ക് ഭവിപ്പാൻ സംഗതി എന്ത് എന്ന് നീ ഹൃദയത്തിൽ ചോദിക്കുന്നുവെങ്കിൽ, നിന്റെ അകൃത്യ ഭൗത്വം നിമിത്തം നിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് നീങ്ങി നിന്റെ കുതികാലിന് അപമാനം വന്നിരിക്കുന്നു. കൂശിന് തന്റെ തൊക്കും പുള്ളിപ്പുള്ളിക്ക് തന്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്കും നന്മ ചെയ്യുവാൻ കഴിയും. ആകയാൽ ഞാൻ അവരെ മരുഭൂമിയിലെ കാറ്റത്ത് പാറിപ്പോകുന്ന താളിന്റെ പോലെ ചിതറിച്ചു കളയും. നീ എന്നെ മറന്ന് വ്യാജത്തിൽ ആശ്രയിച്ചിരിക്കൊണ്ട് ഇത് നിന്റെ ഓഹരിയും ഞാൻ നിനക്ക് അളന്നു തന്ന അംശവുമാകുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഞാനും നിന്റെ നഗ്നത പ്രത്യക്ഷമാകേണ്ടതിന് നിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് നിന്റെ മുഖത്തിനു മീതെ പൊക്കിവെക്കും. നിന്റെ വ്യഭിചാരം, മതഗർജനം, വേശ്യാവൃത്തിയുടെ വഷളത്വം എന്നീ മ്ലേച്ഛതകളെ ഞാൻ വയലുകളിലെ കുന്നുകളിന്മേ കണ്ടിരിക്കുന്നു. യെരൂശലേമേ, നിനക്ക് അയ്യോ കഷ്ടം! നിർമ്മലയായിരിക്കാൻ നിനക്ക് മനസ്സില്ല. ഇങ്ങനെ നീ ഇനി എത്രത്തോളം?